അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങി വീട്ടിൽ വന്നിട്ട് കവറിൽ നിന്ന് ഓരോന്ന് വെളിയിലോട്ടേക്ക് എടുത്തിടുന്ന സമയത്ത് ദൈവമേ എന്തിനാണോ ഞാനിതൊക്കെ വാങ്ങിച്ചേ എന്ന് ഇടയ്ക്കെങ്കിലും തോന്നാത്ത ആരെങ്കിലും ഉണ്ടോ? എനിക്ക് പണ്ടൊക്കെ തോന്നുമായിരുന്നു, ഇപ്പം തോന്നാറില്ല. പണ്ടുണ്ടല്ലോ ഇതേപോലെ ഒരു ബോധവും പൊക്കണോ ഇല്ലാണ്ട് വീട്ടിലുള്ള സാധനങ്ങളൊന്നും നോക്കാണ്ട് ചുമ്മാ പോയി കടയിൽ പോയി സാധനങ്ങൾ മേടിച്ച് തിരിച്ച് വീട്ടിലെത്തി. അങ്ങനെ 2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഉപ്പുമാവായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. കാരണം എന്താ, ഓൾറെഡി 1 കിലോൻ്റെ റവ ഞാൻ വാങ്ങി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും നോക്കാണ്ട് കടയിൽ പോയി പിന്നെ സാധനങ്ങൾ മേടിക്കുന്ന കൂട്ടത്തിൽ റവ കണ്ടപ്പം 1/2 കിലോ പോരാത്തതിന് 1 കിലോ തന്നെ ഞാൻ പിന്നെയും മേടിച്ചുകൊണ്ടുവന്നു. ആ 2 കിലോ റവ തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വല്ലാണ്ട് കഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് പ്രത്യേകിച്ചും ജപ്പാൻകാർ മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു 10 ഗ്രോസറി ടിപ്സ് ആണ് കേട്ടോ. ഈ 10 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പൈസയും ഫുഡും വേസ്റ്റ് ആക്കുന്നത് കളയാൻ വേണ്ടിയിട്ട് ഹെൽപ്പാക്കും. അപ്പോൾ എങ്ങനെയാണ് തുടങ്ങാം. നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിലൊരു ഇതുണ്ട്, നമ്മളിപ്പം ബൾക്കായിട്ട് വലിയ പാക്കറ്റ്സ് ഒക്കെ മേടിക്കുമ്പോഴാണ് നമുക്ക് ലാഭം. അതായത് ഒരെണ്ണത്തിൻ്റെ 1 കിലോ മേടിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ചിലപ്പോൾ 5 കിലോ മേടിക്കുന്നതായിരിക്കും എന്നൊരു സംഭവം നമ്മുടെ മനസ്സിലുണ്ട്. ചിലപ്പോഴൊക്കെ അത് സത്യമായിരിക്കും. പക്ഷേ എപ്പോഴും നിങ്ങൾ ബൾക്കായിട്ട് വലിയൊരു ഇതിൽ മേടിക്കുന്ന സമയത്ത് അതിൻ്റെ ചെറിയതിൻ്റെ യൂണിറ്റ് പ്രൈസും കൂടെ കമ്പയർ ചെയ്തിട്ട് മാത്രമാണ് നിങ്ങൾ മേടിക്കാൻ പാടുള്ളൂ. അതെപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം. ഇപ്പം ഫോർ എക്സാമ്പിൾ ആയിട്ടൊരു 500 ഗ്രാം അരിക്ക് ഒരു 5 രൂപയാണെന്ന് അങ്ങ് വിചാരിക്കുക. 1 കിലോയ്ക്ക് അവിടെ ഇട്ടിരിക്കുന്നത് 11 രൂപയാണ്. അപ്പോൾ എന്താ നമുക്ക് ലാഭം? 500 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് നമ്മൾ മേടിച്ചാലും നമുക്കവിടെ 10 രൂപയേ ആവത്തുള്ളൂ. പക്ഷെ 1 കിലോയ്ക്ക് അവിടെ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കുമ്പോൾ 11 രൂപയായിരിക്കും. ഇതെല്ലായിടത്തും എങ്ങനെ ആവണം എന്നില്ല. ചില സമയങ്ങളിൽ നമ്മൾ ബൾക്കായിട്ട് മേടിക്കുമ്പോൾ തന്നെയാണ് ലാഭം. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ 1 രൂപയാണ് അവിടെ ലാഭമെങ്കിൽ പോലും ആ 1 രൂപ ഒരുപാട് പേരെ സംബന്ധിച്ചിടത്തോളം വലിയ രൂപ തന്നെയാണ്. അതുകൊണ്ട് എപ്പോഴും വലിയ പാക്കറ്റ് മേടിക്കുമ്പം അതിൻ്റെ ചെറിയതിൻ്റെ യൂണിറ്റ് പ്രൈസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വാങ്ങിക്കുക. പിന്നെ മക്കളെ, ഒരിക്കലും കാലി വയറായിട്ട് കടയിൽ പോവാതിരിക്കുക. ഈ കാലി വയറും കടയിൽ പോകും തമ്മിൽ എന്താ ബന്ധം എന്നല്ലേ? അണ്ടർഗ്രൗണ്ടിൽ കൂടെ കണക്ഷൻ ഉണ്ട്, നല്ല കണക്ഷൻ ഉണ്ട്. നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളുണ്ടല്ലോ വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ വെളിയിൽ പോയി കഴിയുമ്പോൾ അല്ലാത്ത സമയത്ത് നമ്മൾ വെളിയിൽ പോകുമ്പോൾ നമുക്ക് ഈ പുറത്തിറങ്ങുമ്പോൾ വിശപ്പിച്ചിരി കൂടുതൽ, എനിക്ക് കസ്കിത് കൂടുതലാണ് അതിൻ്റെ. അപ്പോൾ പുറത്തുനിന്ന് കഴിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. പക്ഷെ അതേസമയം നമ്മൾ വയറ് നിറയെ കഴിച്ചിട്ടാണ് നമ്മൾ വെളിയിൽ പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചാൽ പോലും ചിലപ്പോൾ നമ്മൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊരു മടിയായിരിക്കും. അപ്പോഴും കഴിക്കുമെന്നുള്ളവരോട് അങ്ങോട്ട് മാറി നിന്നേക്കുക, മറ്റുള്ളവർ കേൾക്കുക അല്ലേ? അതേപോലെ തന്നെ നമ്മൾ കാലി വയറുമായിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് പോയൊരു പ്രശ്നം എന്താണെന്നറിയോ? ഈ സ്നാക്സ് ഐറ്റംസിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ ഓൾറെഡി അത് മേടിക്കാനുള്ള ഒരു സംഭവം നമുക്ക് ഉണ്ടാവും. ഈ വിശന്ന് വലഞ്ഞിട്ടാണ് പോണേന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വര നമുക്ക് കൂടുതലായിരിക്കും. എസ്പെഷ്യലി ക്രോസൻറ്റ് അതേപോലെ തന്നെ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന സ്നാക്സ് ഐറ്റംസ് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ത്വര നമുക്ക് കൂടുതലായിരിക്കും. കാരണം ഈ മേടിച്ച സാധനങ്ങളൊക്കെ വീട്ടിൽ പോയി ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേക്ക് നമ്മളൊരു പരിവാകും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് വിശപ്പടക്കണം എന്നുള്ളൊരു രീതിയിൽ നമ്മൾ ഈ കണ്ണി കണ്ട് സ്നാക്സ് ഐറ്റംസും സാധനങ്ങളൊക്കെ മേടിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ത്വരയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കടയിൽ നിങ്ങൾ പർച്ചേസിങ്ങിന് വേണ്ടി പോകുമ്പോൾ വയറ് നിറയെ ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പോവുക. അപ്പോൾ ചിലപ്പോൾ ചില സ്നാക്സ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മേടിക്കാനുള്ളൊരു ത്വര തോന്നില്ലേ? നമ്മുടെ മനസ്സിൽ വാങ്ങിക്കേണ്ടാന്ന് നമ്മൾ അങ്ങനെ ആലോചിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, വയറ് നിറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അൺനെസസറി ആയിട്ടുള്ള കുറേ ഐറ്റംസ് നമുക്ക് മേടിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പാക്കും. സോ നെക്സ്റ്റ് ടൈം ട്രൈ ദിസ്. പിന്നെ ഏതൊരു സാധനം വാങ്ങുമ്പോഴും എക്സ്പയറി ഡേറ്റ് നിങ്ങൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുക. പണ്ടൊക്കെ എനിക്ക് അബദ്ധം പറ്റുമായിരുന്നു. ഇവിടെ നമ്മൾ പാല് സൂപ്പർ മാർക്കറ്റിൽ നിന്നല്ലേ മേടിക്കുന്നത്. അപ്പോൾ അവരതിന് എക്സ്പയറി ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരിക്കും. പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതിനെ പറ്റിയിട്ട് നമുക്ക് വലിയ ബോധ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ കാണുന്നത് നമ്മൾ എടുത്തിട്ട് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ ഒരു തവണ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. പാലാണെങ്കിൽ നമ്മൾ ഒരു കുപ്പി മേടിച്ചാൽ നമ്മൾക്ക് ഒരു നേരം നമ്മൾ ചായ കുടിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊരു 3-4 ദിവസം ഉണ്ടാവും. അപ്പം ലൈക്ക് ഇന്നാണ് അവർ ഇറക്കിക്കണമെങ്കിൽ 3-4 ദിവസം തന്നെയാണ് അതിൻ്റെ എക്സ്പയറി അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇതേപോലെ ഒരു ദിവസം ഞാനിത് നോക്കാണ്ട് പോയി മേടിച്ചു. ഇന്ന് മേടിച്ചിട്ട് നാളെ ആയിരുന്നു അതിൻ്റെ എക്സ്പയറി. അപ്പോൾ നമ്മൾക്ക് പൈസ അവിടെ നഷ്ടമായില്ലേ, പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തുമില്ല. അതുകൊണ്ട് എന്തൊരു സാധനം നമ്മൾ വാങ്ങിക്കുമ്പോഴും അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്തിട്ട്, അതായത് നമ്മളൊരു സാധനം മേടിക്കുമ്പോൾ നമുക്ക് അറിയായിരിക്കുമല്ലോ ഇത്ര നാളിനുള്ളിൽ നമ്മൾ യൂസ് ചെയ്ത് തീർക്കും എന്നൊരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കും. സോ അതിനനുസൃതമായിട്ടുള്ള എക്സ്പയറി ഡേറ്റ് ആണോ അതിലെന്ന് മെൻഷൻ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ മേടിക്കാൻ. അല്ലെങ്കിൽ നമ്മളത് കുറച്ച് ദിവസം കഴിയുമ്പോൾ എടുത്ത് നമ്മൾ കാട്ടിക്കളയേണ്ടി വരും.
പിന്നെ കമ്പൽസറി ആയിട്ട് ഷോപ്പിംഗ് ലിസ്റ്റോട് കൂടെ മാത്രം നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോവുക, അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ മേടിക്കും. അത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. പക്ഷെ അതേസമയം വീട്ടിൽ ആലോചിച്ച് ആവശ്യമുള്ള സാധനങ്ങളുടെ മാത്രം ഒരു നോട്ട് എഴുതിയിട്ടോ അല്ലെങ്കിൽ ഫോണിൽ ഒരു നോട്ട് പാഡിൽ മെൻഷൻ ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സാധനം മാത്രമേ നമ്മൾ മേടിക്കുകയുള്ളൂ. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ആവശ്യമില്ലാത്തൊന്നും നമ്മൾ മേടിക്കില്ല. പിന്നെ അതേപോലെ തന്നെ നേരത്തെ ഉപ്പുമാവിൻ്റെ കഥ പറഞ്ഞ പോലെ സാധനങ്ങൾ മേടിക്കാൻ പോകുന്നതിന് മുൻപ് നമ്മുടെ അടുക്കളയിലും പാൻട്രിയിലും പോയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത്, ഇനി എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടേ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മേടിക്കുക. നമ്മൾ ഈ മന്ത്ലി പർച്ചേസ് ഒക്കെ ചെയ്യുമ്പോഴേ ഈ പ്രശ്നം വരുന്നത്. ചിലപ്പോൾ നമ്മൾ സ്റ്റോക്കൊന്നും ചെക്ക് ചെയ്യാതെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വാങ്ങിക്കും. അതുകൊണ്ട് സ്റ്റോക്കൊക്കെ നോക്കി ആവശ്യമുള്ളതിൻ്റെ സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതി മീൽ പ്രെപ്പ് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം നിങ്ങൾ മേടിക്കാൻ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, അൺനെസസറി ഐറ്റംസ് നിങ്ങൾക്ക് ഒരുപാട് മേടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതൊന്നും ആർക്കും അറിയാത്തതല്ല, എന്നാലും ഇടയ്ക്ക് ആരെങ്കിലും വന്നിങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് നല്ലതല്ലേ. പിന്നെ ഈ ബൈ 1 get 1 ഫ്രീ, 50% ഓഫ്, സ്പെഷ്യൽ ഓഫർ എന്നൊക്കെ വരുമ്പം ചാടിക്കേറി വീഴാതിരിക്കുക. എനിക്ക് ആ ഒരു അസുഖം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ കുറച്ച് കൊണ്ടുവരാം. നമ്മൾ ഏതോ ഒരു വീഡിയോയുടെ താഴെ എനിക്കൊരു കമൻറ്റ് ഇന്ന് അത് വന്നത് കേട്ടോ. ഞാൻ ചേച്ചിക്കെതിരെ കേസ് കൊടുക്കാൻ പോവാണ്. ആ ഒരു കമൻറ്റ് കേട്ടപ്പോൾ ഞാനങ്ങ് ഞെട്ടിപ്പോയി. പിന്നെ ആൾ കോമഡി ആയിട്ട് പറഞ്ഞത് ആൾക്ക് ഈ അസുഖമുണ്ട്, 50% ഓഫ്, ബൈ 1 get 1 ഫ്രീ ഒക്കെ കാണുമ്പോൾ അങ്ങോട്ട് ചാടി വീഴും. തസ്നി അങ്ങനെ എന്തോ മറ്റുമായിരുന്നു പേര്. കുട്ടി കാണുന്നുണ്ടെങ്കിൽ ഓർക്കുക, കടക്കാർ 50%ഉം ബൈ 1 get 1 ഫ്രീ ഒക്കെ അവരിടുന്നത് നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമൊന്നും അല്ലല്ലോ. അവർക്കും അതിലൊരു ഗുണമില്ലാണ്ട് അവരങ്ങനെ ഇടൂല്ലല്ലോ. അതുകൊണ്ട് ആലോചിച്ച് മാത്രം ഈ വക ഡിസ്കൗണ്ടുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുക. പിന്നെ നമ്മൾ പൊതുവേ മലയാളികൾക്കുള്ളൊരു അസുഖമാണല്ലോ, എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചട്ടി, കലം, പാത്രം, സ്പൂൺ എന്ന് മുതലായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. ഞാൻ അറിയാതെ ഞാൻ തള്ളവൈബിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സത്യം പറയുന്നത് ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ അത് നമ്മൾ മാറ്റണ്ടേ. കാരണം ചില സമയത്തൊക്കെ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പാത്രങ്ങൾ മേടിക്കും. പക്ഷെ അത് ഭയങ്കര പൊട്ടയില്ല. അപ്പം ഇവരുടെ ഒരു റൂൾ എന്താ വെച്ചാലുണ്ടല്ലോ, നമ്മൾ സിമിലർ ആയിട്ടുള്ളൊരു ഐറ്റം അവർ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയൊരു ഐറ്റം അവരെടുത്ത് കാട്ടിക്കളയും. അതിൻ്റെ അർത്ഥം പുതിയത് മേടിക്കുമ്പം ചീത്തയാവാത്ത സാധനം എടുത്ത് കളയുമെന്നല്ല. അവരുടെ കയ്യിലുള്ള ഒരു സാധനം ചീത്തയായതിനു ശേഷം മാത്രമാണ് സിമിലർ യൂസിന് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം അവർ വാങ്ങിക്കുള്ളൂ. പൈസ ലാഭിക്കൂടെ. നമ്മുടെ മലയാളികൾക്ക് കുറേ പേർക്ക് അങ്ങനത്തെ ഐറ്റംസിന് പോകണില്ലേ. എത്ര ചട്ടിയും പാത്രവും സ്പൂണും ഒക്കെ നമ്മുടെ വീട്ടിലുള്ളത്. അതൊക്കെ ശരിക്കും നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കേ. പിന്നെ ഓൺലൈൻ ഷോപ്പിംഗ് നടക്കുമ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് ആലോചിക്കാൻ ഒരു സമയമുണ്ട്. ഇതെനിക്ക് ശരിക്കും വേണോ, ആവശ്യമുണ്ടോ. 24 മണിക്കൂർ സമയം നമുക്ക് കാർട്ടിലിട്ടിട്ട് കൊടുക്കാം. പക്ഷേ കടയിൽ പോയിട്ട് മേടിക്കുമ്പം 24 മണിക്കൂർ ഇല്ല എങ്കിൽ പോലും ഒരു സാധനം നമ്മൾ മേടിക്കുമ്പം അറ്റ്ലീസ്റ്റ് 3 തവണയെങ്കിലും മനസ്സിലൊന്ന് ചോദിക്കുക, ഇതെനിക്ക് ആവശ്യമുണ്ടോ, ശരിക്കും എനിക്ക് ആവശ്യമുണ്ടോ, ഇത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ഉപയോഗിക്കോ, എന്തിനൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുക, ഇതെവിടെ കൊണ്ടുവന്ന് വെക്കും. ഈ വക ചോദ്യങ്ങളൊക്കെ നമ്മളോട് തന്നെ ഒരു 3 പ്രാവശ്യം ചോദിച്ച് എക്സാക്റ്റ് ആൻഡ് പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഈ ചോദ്യങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ആ ഒരു പെർട്ടിക്കുലർ സാധനം മേടിക്കുക. അല്ലെങ്കിൽ 100% അത് വേസ്റ്റ് ഓഫ് മണി ആയിരിക്കും അല്ലേ. അപ്പോൾ അടുത്ത പ്രാവശ്യം സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾ പോകുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിച്ച് ഉറപ്പിച്ച് വെച്ചിട്ട് പോവുക. കുറച്ച് പൈസ എങ്ങനെ നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. ഒരു 5 രൂപയെങ്കിലും നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റി കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലേ. കഴിഞ്ഞൊരു വീഡിയോയിൽ എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു, നമ്മൾ പഴകിയ തുണി യൂസ് ചെയ്തിട്ട് നമ്മൾ തറ ഇതൊക്കെ തുടയ്ക്കുന്ന അത്ര നല്ലതൊന്നുമല്ല, അത് നിങ്ങൾക്ക് അത്ര പൈസയും സേവ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പം അങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് ഒരു ക്ലോത്ത് ഇവിടെ മേടിക്കുന്നുണ്ടെങ്കിൽ ഒരു 3 to 5 ദിർഹംസ് കൊടുക്കണം. ഒരുപാട് പേർക്ക് ആ 3 to 5 ദിർഹംസ് എന്ന് പറയുന്നത് വലിയ രൂപ തന്നെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.